പാർട്ടിക്കുള്ളിലും വിഭാഗീയത പുകയുന്നു. ശൈലജ ടീച്ചറെ വെട്ടിയൊതുക്കിയ പോലെ മുൻ MLA ഐഷ പോറ്റിയെയും ഒതുക്കാൻ നീക്കം. വിഭാഗീയ നീക്കങ്ങൾക്കെതിരെ തുറന്നടിച്ച് ജി സുധാകരൻ. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ 3 തവണ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയതോടെ പാർട്ടിക്കുള്ളിൽ നാളുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ മറ്റൊരു ചിത്രം കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. മുതിർന്ന CPM നേതാവായ ഐഷ പോറ്റി പാർട്ടിയുടെയോ സർക്കാരിന്റെയോ ഭാഗമായി മാറാതിരിക്കാൻ ഒരു വിഭാഗം CPM പ്രവർത്തകർ ആസൂത്രിത നീക്കങ്ങളാണ് നടത്തുന്നതെന്ന വികാരം ഇതിനു മുമ്പ് തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് കരുതിയിരുന്ന ഐഷ പോറ്റിയെ വിദഗ്ധമായി വെട്ടിമാറ്റിയ സംഘം തന്നെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്താൻ ചരടുകൾ വലിച്ചതെന്നാണ് ഉയർന്നിട്ടുള്ള ആരോപണം. പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ കടുത്ത വിയോജിപ്പുള്ള ഐഷ പോറ്റി കഴിഞ്ഞ കുറച്ചു കാലമായി സജീവ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നതെന്നാണ് നൽകുന്ന വിശദീകരണമെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്ന് ഐഷ പോറ്റിയുടെ അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്നാൽ വിഭാഗീയത ആരോപണം ശരിയല്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണ് ഐഷ പോറ്റിയെ ഒഴിവാക്കിയതെന്നുമാണ് CPM നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ വാദം ശരിയല്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ തന്നെ തുറന്നടിച്ചിട്ടുമുണ്ട്. ഐഷ പോറ്റിയെ പോലെ നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗമായ ജി സുന്ദരേഷിനെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും നിലനിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അവർ മറുചോദ്യം ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. തലമുതിർന്ന നേതാക്കന്മാരെ ഭരണസാരഥ്യത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കുറച്ചു കാലമായി CPM സംസ്ഥാന നേതൃത്വം നടത്തുന്നതെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ്. മുൻ മന്ത്രി ജി സുധാകരൻ കർക്കശ ഭാഷയിലാണ് ഈ സാഹചര്യത്തെ വിമർശിച്ചത്. ജി സുധാകരൻ മാത്രമല്ല, സുരേഷ് കുറുപ്പ്, തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ തുടങ്ങിയ നേതാക്കൾ ഈ വിധം വെട്ടിയൊതുക്കലിന്റെ ഇരകളാണെന്ന ആരോപണവും ശക്തമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടോടെ CPMന്റെ സംഘടനാ സംവിധാനത്തിൽ വളരെയധികം വിള്ളലുകൾ വീണു കഴിഞ്ഞിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണങ്ങളാണ് പാർട്ടി സമ്മേളനത്തിൽ അടിത്തട്ടിൽ നിന്നുവരെ ഉയർന്നിട്ടുള്ള ആരോപണം. തങ്ങളുടെ വിഷമതകൾ കേൾക്കാനോ പരിഹരിക്കാനോ ആരുമില്ലെന്ന വികാരമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത്. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയി എങ്കിലും അദ്ദേഹത്തിന് കോടിയേരിയെ പോലെ ജനകീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അണികൾക്കിടയിൽ പൊതുവെ ഉയർന്നിട്ടുള്ള വികാരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുമെന്ന വിധത്തിൽ ഏവരും പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കിയിരുന്ന KK ശൈലജ ടീച്ചറെ ആസൂത്രിതമായി ഒതുക്കിയ വഴിയിൽ തന്നെയാണ് ഇപ്പോൾ ഐഷ പോറ്റിയെയും ഒതുക്കാൻ നീക്കങ്ങൾ നടക്കുന്നത്. ഇത് തന്റെ കാലയളവിന് ശേഷം മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി മുതിർന്ന CPM നേതാക്കളെ വെട്ടിമലർത്തുകയാണെന്ന ആക്ഷേപമാണ് മുമ്പ് UDF കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നത്. എന്നാൽ അതേവിധം ആരോപണങ്ങൾ തന്നെയാണ് CPM അണികളും ഇപ്പോൾ ഉയർത്താൻ നിർബന്ധിതരായിരിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്നും നേതാക്കളെ അടർത്തി മാറ്റാൻ തന്ത്രം മെനയുന്ന നേതാക്കൾ സ്വന്തം പ്രവർത്തകരിലും നേതാക്കളിലും ശക്തമാകുന്ന അമർഷത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതേയില്ല. നേതാക്കൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാവുകയും കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു മാറുന്നത് തിരിച്ചറിയുകയും ചെയ്യുന്നത് പാർട്ടി നേതൃത്വം വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഐഷ പോറ്റി ഉയർത്തിയ വികാരങ്ങളെ സൗമ്യമായി പരിഗണിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം അവരെ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ ചിലർ നടത്തുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന വികാരം തന്നെയാണ് CPM പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വികാരം പൊതുമണ്ഡലത്തിൽ ചർച്ചകളായി മാറുന്നതിനു മുമ്പേ ഒതുക്കി തീർക്കണമെന്ന വികാരം ഒരു വിഭാഗം CPM നേതാക്കളും ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്.